സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടെ സ്ത്രീകൾക്കെതിരെ നടന്നത് 1.33 ലക്ഷം അതിക്രമങ്ങളാണ്. നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ കാണാതാകുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പ്രഖ്യാപനങ്ങളും അന്വേഷണങ്ങളും പേരിൽ ഒതുങ്ങുമ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതിൽ 170 സ്ത്രീകളാണ് കാണാമറയത്തുള്ളത്. ജനം ബ്രേക്കിംഗ്. പല മേഖലകളിലും ഒന്നാം സ്ഥാനം അവകാശപ്പെടുന്ന കേരളത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് കടുത്ത വെല്ലുവിളിയായി സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ കുതിച്ചുയരുകയാണ്. 2016 മുതൽ ഇക്കൊല്ലം ജൂൺ വരെ 1,33,595 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ബലാത്സംഗം, ഉപദ്രവം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീപീഡന മരണം അടക്കമുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയിൽ ഏറെയും. ഇക്കൊല്ലം ആദ്യ 6 മാസക്കാലം മാത്രം 9,550 കേസുകളാണ് ഉണ്ടായത്. 1,338 പീഡന കേസുകളും ഇക്കൂട്ടത്തിലുണ്ട്. 2016 15,114 അതിക്രമ കേസുകളും 1,686 പീഡന കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നത് 2022 ആയപ്പോൾ കുത്തനെ ഉയർന്നു. 18,943 അതിക്രമ കേസുകൾ 2022 റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്നേ വർഷം 2,518 പീഡന കേസുകളും രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. 2023 18,980 അതിക്രമ കേസുകളും 2,562 പീഡന കേസുകളും റിപ്പോർട്ട് ചെയ്തു. 2024 ജൂൺ വരെ മാത്രം 9,501 അതിക്രമ കേസുകളും 1,338 പീഡന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ സ്ത്രീ സുരക്ഷാ ചുമതലയുള്ള IPSകാരി തലസ്ഥാനത്ത് അതിക്രമത്തിന് ഇരയായി. കോവളത്ത് വന്ന ലാത്വിയൻ യുവതിയെ കൊന്നതും കൊച്ചിയിൽ ഹൈപ്പർ മാർക്കറ്റിൽ യുവനടി അപമാനിക്കപ്പെട്ടതും ഇതേ കാലയളവിലാണ്. കഴക്കൂട്ടത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി ഗോഡൌണിൽ പീഡിപ്പിച്ചതും ഇതേ സമയത്ത്. 2017 മുതൽ 2021 വരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് 35,336 സ്ത്രീകളെയാണ്. ഇതിൽ 170 വരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. 2021 ശേഷമുള്ള കണക്കുകൾ പോലീസ് പുറത്തുവിടുന്നുമില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ കാണാതായതിന് കണക്കുമില്ല. സ്ത്രീ സുരക്ഷയ്ക്കായി സുരക്ഷാ ആപ്പുകളും കൊണ്ടുവന്നെങ്കിലും ഫലമുണ്ടായില്ല. 2021 മുഖ്യമന്ത്രി നടത്തിയ പോലീസിൽ പ്രത്യേക വിഭാഗം എന്ന പ്രഖ്യാപനവും പാതി വഴിയിലായി. കേസുകൾ വേഗം തീർപ്പാക്കാൻ സംവിധാനവും അന്വേഷണം പൂർത്തിയാകും വരെ ഉദ്യോഗസ്ഥരെ മാറ്റില്ലെന്ന മുഖ്യന്റെ പ്രഖ്യാപനവും നടന്നില്ല. ജനം, തിരുവനന്തപുരം.